എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കീമ് 2025 സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ യഥാസമയം നിങ്ങളുടെ ഫോണുകളിലേക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ കീമ് 2025 റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപനം വൈകുന്നു. റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപനം വൈകാൻ കാരണം എന്തെന്നാൽ +2 മാർക്കിന്റെ സ്റ്റാൻഡേർഡൈസേഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ് എൻട്രൻസ് കമ്മീഷൻ. മുൻ വർഷങ്ങളിൽ സംസ്ഥാന സിലബസിൽ പഠിച്ച +2 വിദ്യാർത്ഥികളുടെ മാർക്കുകൾ സ്റ്റാൻഡേർഡൈസേഷനെ തുടർന്ന് വളരെയധികം പിന്നോട്ട് പോയിരുന്നു. ഇതിനെ തുടർന്ന് റാങ്ക് ലിസ്റ്റിലും സംസ്ഥാന സിലബസിലെ പഠിക്കുന്ന കുട്ടികൾ പിന്നോട്ട് പോവാൻ കാരണമായി. സംസ്ഥാന സിലബസിൽ പഠിക്കുന്ന കുട്ടികളുടെ മാർക്കുകൾ വളരെയധികം പിന്നോട്ട് പോവാത്ത രീതിയിൽ സ്റ്റാൻഡേർഡൈസേഷൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ എൻട്രൻസ് കമ്മീഷൻ വളരെ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കും എന്നാണ് നമുക്ക് കിട്ടിയ പുതിയ സൂചന. തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അതുകൊണ്ട് തന്നെ ഈ മാസം അവസാനത്തോടെ മാത്രം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനാണ് സാധ്യത. അതോടൊപ്പം കഴിഞ്ഞ ദിവസം നീറ്റ് 2025 സംബന്ധിച്ച് ഒരു കുട്ടി സംശയം ചോദിച്ചിരുന്നു. കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് സംബന്ധിച്ചാണ് സംശയം ചോദിച്ചിട്ടുള്ളത്. ചോദ്യം സ്ക്രീനിൽ നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കീമ് മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് പുറത്തു വരാൻ നിങ്ങൾ നിങ്ങളുടെ നീറ്റ് സ്കോർ അപ്ലോഡ് ചെയ്യണം. ഇതുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ വരുന്ന ദിവസങ്ങളിൽ തന്നെ കീമ് 2025 നോട്ടിഫിക്കേഷൻ ടാബിൽ വരുന്നതാണ്.